അതിനുശേഷം വരുന്നതാണ് നമ്മളുടെ ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള, അതിന് മുമ്പായിട്ട് നമ്മൾ കരുതേണ്ട അപകട ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് എത്രത്തോളം പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്? അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് ഞാൻ പറയാം. ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന പഴയകാല പല കൺവെൻഷണൽ അപകടങ്ങൾ, പ്രമേഹം, പ്രഷർ, പുകവലി, വർദ്ധിച്ച കൊളസ്ട്രോള്, അമിതവണ്ണം, വ്യായാമരാഹിത്യം, സ്ട്രെസ്സ്, മദ്യപാനം, മാനസികമായ മനോവ്യഥകൾ കണ്ടിന്യൂ, ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരാളെ ഹൃദയരോഗത്തിലേക്ക് മാറ്റിവിടുകയാണ്. അപ്പോൾ ഇതെല്ലാം നാം ക്രമീകരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കൂടുതൽ ഉദ്ദീപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന. ഒന്ന്, കൊളസ്ട്രോളിൻ്റെ പലർക്കും ഒരു സംശയമുണ്ട്. ഇപ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്ന് കൊളസ്ട്രോൾ കുറയ്ക്കണോ വേണ്ടയോ. അമേരിക്കയിൽ ഏറ്റവും പ്രഖ്യാതനായിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ പോപ്പ് എന്ന് കരുതുന്ന, കാർഡിയോളജിയുടെ പോപ്പ് എന്ന് ഞങ്ങൾ പറയുന്ന യൂജിൻ ബറോൺവാൾഡ് എന്ന പ്രൊഫസറോട് ഒരു സമ്മേളനത്തിൽ വെച്ചൊരു യുവ കാർഡിയോളജിസ്റ്റ് ചോദിച്ചു, സാർ, ഹാർട്ട് അറ്റാക്കിനെ ഒഴിവാക്കി ആയുർദൈർഘ്യം ഏറ്റവും കൂട്ടാനുള്ള ഒരു കുറുക്ക് വഴി പറഞ്ഞു തരാമോ? നിങ്ങൾ ചോദിക്കുന്നത് 95 വയസ്സുള്ള ഒരു പ്രൊഫസറോടാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി, ഏറ്റവും പരീക്ഷണങ്ങൾ നടത്തി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഞങ്ങൾ പഠിക്കുന്നത്. യൂജിൻ ബ്രൗൺവാൾ, ബോസ്റ്റണിലാണ് അദ്ദേഹം ഉടനെ പറഞ്ഞ ഉത്തരം ഒന്നാണ്, നിങ്ങളുടെ കൊളസ്ട്രോൾ, നിങ്ങൾ LDL കൊളസ്ട്രോൾ, സാന്ദ്രത കുറഞ്ഞ കൊളസ്ട്രോള് 40 mg/% കുറയ്ക്കുക. അതിനായി ദിവസവും സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്ന് കഴിക്കുക. അയാളുടെ ഉത്തരം കഴിഞ്ഞു അങ്ങേരുടെ. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. പലർക്കും സംശയമാണ്, ഇത് കുറയ്ക്കണോ, കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ? അദ്ദേഹം പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യമാണ് പ്രഷറിനെ പറ്റി പലർക്കും ദുരൂഹതയുണ്ട്. എപ്രകാരം പ്രഷർ അളക്കണം? ഇന്ന് ഏറ്റവും പ്രഖ്യാതമായിട്ട് വന്നിട്ടുള്ളതാണ്, ഞങ്ങൾ ലൂർദ് ആശുപത്രി ചെയ്യുന്നതാണ്, 24 മണിക്കൂർ BP അളക്കുന്ന ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. നാം പെട്ടെന്ന് ഒരു ഡോക്ടറുടെ ഓഫീസിൽ കയറി ചെന്ന് അളക്കുന്ന BP കൃത്യമാകണമെന്നില്ല. 10-15 ഒക്കെ മില്ലിമീറ്റർ കൂടിയിരിക്കാം ഒരു പക്ഷേ. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് നിങ്ങൾ പറയും. പക്ഷേ നാം അറിയേണ്ട ഒരു കാര്യം, ഈ BP ആശുപത്രിയിൽ വെച്ച്, ആശുപത്രിക്ക് പുറത്ത്, ഉറങ്ങുമ്പോൾ, അതിരാവിലെ ഒക്കെയുള്ള BPയുടെ ബിഹേവിയർ നാം അളക്കുന്ന ഒരു ഒരു പരിശോധന ഉപാധിയാണ് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ഒരു ഉപകരണം, ചെറിയ ഒരു BP അളക്കുന്ന ഒരു മോണിറ്റർ ഞങ്ങൾ കടത്തി ഇവിടെ ശരീരത്തിൽ പിടിപ്പിച്ച് 24 മണിക്കൂറും അത് അളന്നുകൊണ്ടിരിക്കുകയാണ്. BP രാത്രിയിൽ ഏതാണ്ട് 20 മില്ലിമീറ്ററൊക്കെ കുറയണമെന്നുള്ളതാണ്. 140 ആണെങ്കിൽ 120 ആകണം രാത്രിയിൽ. പലർക്കും രാത്രിയിൽ കുറയാതെ BP കൂടിയിരിക്കുന്നുണ്ട്. നൊക്ടേണൽ റിവേഴ്സ് ഡിപ്പിംഗ് എന്ന് ഞങ്ങൾ പറയും. ഇതൊക്കെ അപകടകരമാണ്. രാത്രിയിൽ നടക്കുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾക്കുള്ള മുന്നോടിയായിട്ട് വരുന്നതാണ് രാത്രിയിൽ കുറയാത്ത ബ്ലഡ് പ്രഷർ. പകലെടുത്താൽ നാം കാണില്ലത്. അങ്ങനെ ABPM, ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഹൃദ്രോഗത്തിന് നിദാനമായ ആപത്ഘടകങ്ങളെ നാം പിടിയിലൊതുക്കുക. അതാണ് വേണ്ടത്. ഇപ്പോൾ യുവാക്കൾക്ക് മറ്റ് ഡ്രഗ്സും മറ്റു തരത്തിലുള്ള സ്ട്രെസ് കാര്യങ്ങളുണ്ടെങ്കിലും കൺവെൻഷണലായിട്ടുള്ള ഈ ആപത്ഘടകങ്ങളെ നമ്മൾ ക്രിയാത്മകമായി, കാലോചിതമായി പിടിയിലൊതുക്കിയാൽ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നമുക്ക് 85% വരെ പിടിവിട്ട് നിൽക്കാം എന്ന വളരെ ബൃഹത്തായ പഠനങ്ങൾ അസന്നിഗ്ധം തെളിയിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ഇത് പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. 85% വരെ ഈ ആപത്ഘടകങ്ങളെ സമയോചിതമായി, കാലോചിതമായി പിടിയിലൊതുക്കി നിർത്തുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കാം.